ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. ഞങ്ങളിങ്ങനെ ഇരുന്നിങ്ങനെ ആലോചിക്കുകയാണ് എന്താണെന്ന് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോഴാണ് ഇവൾ പറഞ്ഞു നമുക്ക് യൂട്യൂബിൽ നോക്കാം, മാജിദ ഷഫീറിൻ്റെ നല്ലൊരു ഡിഷ് ഉണ്ട്, അതുപോലെ ഷാൻസ്വേൾഡിൻ്റെ നല്ല ഡിഷ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിന്ന് 3 യൂട്യൂബേഴ്സിൻ്റെ റെസിപ്പീസാണ് ഉണ്ടാക്കി വെക്കാൻ പോണത്. ഒന്ന് ഷാൻസ്വേൾഡ് എന്നുള്ള ചിക്കൻ സ്നോ കേക്കും, അതുപോലെ മാജിദ ഷഫീറിൻ്റെ ഇടിമുട്ട റെസിപ്പി, അതുപോലെ SaluKitchen റിസ്വാൻ ഉണ്ടാക്കിയിട്ടുള്ള വാട്ടർമെലൺ കൂളർ. ഈ 3 റെസിപ്പീസാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോണത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് വീഡിയോൻ്റെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇടിമുട്ടാണ്, മാജിദൻ്റെ ഇടിമുട്ട. പിന്നെ ഞാൻ ചിക്കൻ സ്നോ കേക്ക്. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും, പക്ഷേ കൂടുതൽ ചെയ്യണ്ടാവുക ഇടിമുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അനീസിക്കാണ്. നമുക്ക് വീഡിയോ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം നമുക്ക് വീഡിയോ നോക്കല്ലേ. ഇടിമുട്ട ചട്ടി രുചിയിൽ കിടലും സ്നാക്ക്, കണ്ണൂർ സ്റ്റൈൽ ഇതല്ലേ? ഹേ ഗായ്സ്, വെൽക്കം ടു ദ വീഡിയോ. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എഗ്ഗിനെ കൊണ്ടുള്ളൊരു സ്പൈസി സ്നാക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇഡ്ഡലിൻ്റെ പാത്രം എടുക്കണം. ഇഡ്ഡലിൻ്റെ പാത്രം ഞാൻ എടുത്തിട്ട് വരാം. ഇഡ്ഡലി പാത്രമൊക്കെ റെഡി. അപ്പോൾ മാജി ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇഡ്ഡലി തട്ടിൽ ഒന്ന് ഓയിലാക്കി കൊടുക്കും. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണം. അപ്പോൾ വെളിച്ചെണ്ണ ആക്കി കൊടുക്കും. ഞാൻ സ്പ്രെഡ് ചെയ്യാം. കുറച്ചാക്കിയാൽ മതി. അയച്ചോളി, എന്നിട്ട് എല്ലാത്തിക്കോ. നമ്മൾ 4 മുട്ട വെച്ചിട്ടാട്ടോ ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത് എന്താണെന്നുള്ളത് വീഡിയോ നോക്കട്ടെ. അപ്പം ഈ വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചിടാൻ വേണ്ടി ഇത് 5 എണ്ണം പോകുന്ന പാത്രമാണ്. അപ്പോൾ 4 മുട്ട എടുത്തിട്ടുള്ളൂ. പോരെ, അത്ര മതി. ഒരു സ്പൂൺ എടുക്കും. കത്തി പോരാ? കത്തിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ ഇഡ്ഡലി തട്ടിൽ വെള്ളം ചൂടാക്കാം. പോരെ, എനിക്ക് മുട്ട പൊട്ടിക്കാൻ കഴിയുന്ന സ്പൂണാണ്. അവിടെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്, ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ഇറക്കി വെച്ചു. ഇനി അത് കവർ ചെയ്തേക്കാം. എന്നിട്ടൊരു 7-8 മിനിറ്റ് വെക്കാനാ പറഞ്ഞത്, വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇടിമുട്ടക്കുള്ള മുട്ട സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ സ്നോക്കേക്കുള്ള ഉള്ളി, പച്ചമുളക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുറിച്ചെടുക്കാം അല്ലേ? ആരുടെ അടിപൊളിയാവാൻ നോക്കാം. ആ വ്ളോഗിലാണുള്ളത്. അതെ അതെ, ആ വ്ളോഗിൽ. ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, ഗരം മസാല, വിനെഗർ, അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. നിങ്ങളപ്പോൾ ആ സമയം കൊണ്ട് ഉള്ളി മുറിച്ചോളി. അതാ ഉള്ളി, വെളുത്തുള്ളി, സാധനങ്ങളൊക്കെ അതാ. വെളുത്തുള്ളി പിന്നെ മുറിക്കാറിയാം. എന്താ മുറിക്കാൻ കഴിയാത്ത? വെളുത്തുള്ളിയാണ്. മുട്ടനൊന്ന് നോക്കാം. അമ്മോ, മുട്ട ആയിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കി വെക്കല്ലേ? ഈ വെളുത്തുള്ളിയൊക്കെ തോലൊടിച്ചോണ്ട് കെട്ടി വെച്ചോട്ടല്ലേ. വെളുത്തുള്ളി നമുക്കൊരു 4 അല്ലി മതി കേട്ടോ, പക്ഷെ ഞാൻ 5 അല്ലി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചിക്കന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. കുരുമുളക് പൊടിയും ചേർത്തെന്ന് തോന്നണല്ലേ? ഞാൻ കുരുമുളക് ചേർത്തിട്ടില്ല. അതിന് നമുക്ക് മസാല ആക്കുമ്പോൾ ചേർക്കാം. അല്ലേ വേണ്ട, കുറച്ച് കുരുമുളക്. ഞാൻ കട്ട് ചെയ്തേക്കാം. ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി എടുത്തിന്. ഇഞ്ചി മൊത്തം പോയി. അപ്പൊ അതിന് നമുക്ക് ഇടിമുട്ടയിലേക്കുള്ള മസാല എന്താ നോക്കി മസാല നോക്കാണ്. അപ്പോത്തിനും ഞാനിത് പാനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി മസാല ഉണ്ടാക്കണം. മസാല ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് ഞാൻ ഈ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാൻ പോവാണ്. പിന്നെ ആ ഗ്യാപ്പിൽ മസാല ഉണ്ടാക്കട്ടെ. പാൻ വെച്ചിട്ടുണ്ട്.
വെളിച്ചെണ്ണ തന്നെ പൊരിച്ചെടുക്കുക, അപ്പോഴാണ് ചിക്കൻ പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്താ എടുക്കണേ? മസാല ആക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രം എടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായിട്ടുണ്ട്, അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ അവിടെ ആവുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാല ഉണ്ടല്ലേ, ഇതൊക്കെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, നമുക്ക് ബിരിയാണിയാണുള്ളത്. അപ്പോൾ ഉമ്മ പാവം അപ്പുറത്തെ അടുക്കളയിൽ ആക്കണേ, നമ്മളിന്ന് ഈ അടുക്കള കയ്യേറിയുണ്ട്. അപ്പുറത്തെ അടുക്കളയിൽ ബിരിയാണി ആക്കണം. ശരിക്കും എല്ലാം കൂടി നല്ല പേസ്റ്റും മാതിരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് മസാല നമ്മളിങ്ങനെ പരട്ടി കൊടുക്കുക. ഈ പേസ്റ്റ് പോലെ ആക്കിയത് ഇങ്ങനെ എല്ലാത്തിലേക്ക് പരട്ടി കൊടുക്കുക. വേണ്ട അപ്പം മുളക് ശരിക്കും പിടിക്കുന്നുണ്ട്. അതിൽ പൊരിക്കുമ്പോൾ അരിഞ്ഞു പോകും. കംപ്ലീറ്റ് മസാല തേച്ചതാ ഈ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഈ മുട്ടനെ നമുക്ക് വേണ്ടതൊരു പാനാണ് വേണ്ടത്. ഒരു പാനിലാണ് വേണ്ടത്. പാനാണ് വേണ്ടത്. അപ്പോൾ ചിക്കൻ ഇതാ നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കട്ടെ. അപ്പോൾ പൊരിക്കാൻ ഞാൻ ഈ പാനാണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ ഒന്ന് ചൂടാക്കണം. ഈ പാനിലേക്ക് പൊരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് നേരത്തെ നമ്മൾ കണ്ടല്ലോ. പൊരിക്കാൻ വേണ്ടിയിട്ട് സ്പൂൺ എടുത്തിട്ട് വീഡിയോ എടുക്കുന്നില്ലേ? സൂക്ഷിച്ചോളിയാ. പൊട്ടിത്തെടുക്കുക, സൂക്ഷിച്ചോളിയാ. നമ്മളൊരു മിനിറ്റ് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കാം, അത്രേ ഉള്ളൂ. അപ്പോഴത്തേന് ഞാൻ ചിക്കൻ്റെ മസാല ഒന്ന് റെഡിയാക്കാൻ. ചിക്കനിലേക്ക് ശന ക്യാബേജും ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ഉള്ളി ഒന്ന് വഴറ്റാൻ വെക്കട്ടെ. ആ സമയം കൊണ്ട് ഇത് മുറിച്ചെടുക്കാം. മറിച്ചിടാൻ വേണ്ടി പോവാണ്. ചിക്കൻ പൊരിച്ച പാനിൽ തന്നെയാണ് കേട്ടോ ഞാൻ മസാല ഇതിൽ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം കൂടെ ഓയിലിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മാക്സിമം എല്ലാം കൂടെ മസാല ഉണ്ടാക്കുക എല്ലാം കൂടെ ഒരു 15 മിനിറ്റ് കൊണ്ട് കഴിയും. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് മാജിദൻ്റെ ഇടിമുട്ട റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് ഇത് ബീറ്റ് ചെയ്തെടുത്തതിന് ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണും 1/2 ടേബിൾ സ്പൂണും അത്രയും മൈദപ്പൊടി ചേർത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യണം. മുട്ടൻ്റെ മഞ്ഞ അതായത് ഇങ്ങനെ വെച്ചാണ്. അതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ മസാല ചേർക്കണം. ചൂടാറിയിട്ടാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ മുട്ടൻ്റെ വെള്ളയിലേക്ക് 1 ടേബിൾ സ്പൂണും പിന്നെ 1/2 ടേബിൾ സ്പൂൺ എന്നാണ് പറഞ്ഞത് അത്രയും മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഏത് മുട്ടൻ്റെ വെള്ളം ഒരിത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. നമ്മുടെ പണി ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മുട്ടൻ്റെ മഞ്ഞയിലേക്ക് താക്കി വെച്ചിട്ടുള്ള ആ മസാല ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇനി ഇതിൻ്റെ മേലായിട്ട് ഞാൻ കുറച്ച് ക്യാപ്സിക്കും ക്യാരറ്റും മുറിച്ചെടുത്താണ്, അതൊന്ന് വെച്ച് കൊടുക്കാൻ. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റാണ് സമയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 15 മിനിറ്റോളം വെച്ചിട്ട് നോക്കാം. ഇനി നമ്മൾ SaluKitchen നോക്കിയിട്ട് വാട്ടർമെലൺ കൂളറാണ് ഉണ്ടാക്കുന്നത്. റിസ്വാൻ്റെ ഒരു റെസിപ്പി കണ്ടിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. വാട്ടർമെലൺ കൂളർ. അയ്യോ ഇതാണ്, ഇത് റിസ്വാൻ്റെതാണ് ചെയ്യണേ. തണുത്ത റെഡ് വാട്ടർമെലണും ഇത് മിക്സ് ചെയ്യുമ്പോൾ 1-2 ഇൻഗ്രീഡിയൻസും അത് ഞാൻ മിക്സ് ചെയ്യുമ്പോൾ കാണിച്ചത്. അപ്പോൾ ഇതിൽ റിസ്വാൻ പറഞ്ഞിട്ടുള്ളത് വാട്ടർമെലൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് ഉപ്പും പെപ്പർ പൗഡറും കൂടെ ചേർക്കാനാണ്. നമുക്കെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് അടിക്കല്ലേ. ഇതിൻ്റെ നേരെ താഴെയുള്ള ആളാണ് നമ്മളെ വീട്ടിലധികം ജ്യൂസ് ഉണ്ടാക്കുന്ന ആൾ. അപ്പോൾ ഞാൻ കുറേ റെസിപ്പിയിൽ സെബിയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു ആരാ സെബി എന്നൊക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. ആൾ വത്തക്ക മുറിക്കുക. റിസ്വാൻ്റെ വത്തക്ക പോലെ അത്ര കളറില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് മറ്റേ കാർവിങ് ടൂൾ യൂസ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു വട്ടത്തിലൊക്കെ കാർവ് ചെയ്തെടുക്കാൻ നോക്കുകയാണ്. ഇതാ ഇത്രയും വത്തക്ക മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ആദ്യം ഇതിൽ പഞ്ചസാര ഇട്ടിട്ട് ജ്യൂസ് അടിക്കല്ലേ, അതിനുശേഷം ഉപ്പും കുരുമുളകും കൂടെ. ഉമ്മാൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചിക്കൻ സ്നോ കേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. സ്നോ കേക്ക് ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് കുക്കയിന്. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ഇച്ചിരി കുരുമുളക് മിക്സ് ചെയ്തെടുക്കാം. ഐസ് ക്യൂബ് ഇട്ടതാണ് കേട്ടോ സൗണ്ട്. പിന്നെ ഞാനിവിടെ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള വത്തക്കൻ്റെ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ റിസ്വാൻ്റെ വാട്ടർമെലൺ കൂളർ. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ നേരമായപ്പോൾ ഞങ്ങളെല്ലതും ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഈ ജ്യൂസിന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. മധുരവും പിന്നെ കുരുമുളകിൻ്റെ എരിവും ഉപ്പും എല്ലാം കൂടെ കൂടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഷേനൻ്റെ ചാനലിൽ ഈ ചിക്കൻ സ്നോ കേക്ക് കണ്ട സമയത്ത് എനിക്ക് കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ പോളൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്, പക്ഷേ ഇത് മറിച്ചിട്ട് കൊടുക്കണില്ല, അതുകൊണ്ട് മേൽഭാഗം വേവോ എന്നൊക്കെ നല്ല സംശയം ഉണ്ടായിരുന്നു. പക്ഷേ മറിച്ചിടേണ്ടൊന്നും ആവശ്യമില്ല, മേൽഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്, പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ഇടിമുട്ടനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ശരിക്കും നമുക്ക് കുറേ ഉണ്ടാക്കിയെന്ന് തോന്നി, അത്രയും ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ബീച്ചിലൊക്കെ കിട്ടുന്ന കാടമുട്ടൻ്റെ എന്തൊക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് ഇതിന്, നല്ല രസമുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 3 റെസിപ്പീസാണ് നമ്മുടെ 3 ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസിൽ നിന്ന് ഞങ്ങളെടുത്ത് ട്രൈ ചെയ്ത് നോക്കിയത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അവരുടെ ചാനലിൻ്റെ ലിങ്കും പിന്നെ വീഡിയോൻ്റെ ലിങ്കും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അങ്ങനെ ഇരിക്കും ഭയങ്കര സുഖമല്ലേ. ലേശം ഉപ്പിട്ട് കൊടുക്കുക, ലേശം മണ്ണിട്ട് കൊടുക്കുക, ലേശം ലോ ഫ്ലെയിമിൽ വെക്കുക, കുറച്ച് കുറച്ച് ഇറക്കി കൊടുക്കുക. എന്താഴ്ച ഞായറോ ഒരു ഓപ്ഷൻ പറയാം. ഞായർ ഞായറല്ലേ അല്ലേ? ഇന്ന് ശനിയാഴ്ച. പണ്ട് വായിൽ നമ്മൾ സപ്പർ ഉണ്ടാക്കും. സപ്പറോ? ആ, മാങ്ങ മുറിച്ചിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ആശയമാണ് അതിൻ്റെ കണ്ടുപിടുത്തം. വായൽ എന്ന് പറയുന്നത് അനിസ്കൻ്റെ തറവാടാണ്, ഉപ്പാൻ്റെ വീടിനാണ് വായൽ പറയുന്നത്. മാങ്ങ പറിക്കും, വെള്ളിപ്പൊക്കെ കാണാതെ ഭയങ്കര രസമായിരുന്നു. എല്ലാവരും ഉണ്ടാവും, നമ്മൾ 10-20 ആൾക്കാരുണ്ടാവും. അത് മാങ്ങ തൈവില്ല.